ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ്. നിലവിലെ സാഹചര്യത്തിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനത്തും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായ ഇന്ത്യ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏകദേശം 200 വർഷക്കാലം കോളനിയായി നിലനിന്നിരുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ആദ്യ കാലങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ടല്ല ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഇന്ത്യ. എന്നാൽ പിന്നീട് നടന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. 1600കളിൽ സ്ഥാപിതമായ ഒരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ലണ്ടനായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. ജോൺ കമ്പനി എന്നും കമ്പനി ബഹദൂർ എന്നും എന്നുള്ള പേരുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കകത്തും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലുള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളും ശേഖരിക്കുന്നതിനും അതുവഴി കച്ചവടം നടത്തുന്നതിനുമായിട്ടായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിൽ നിന്നും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ചിൽ നിന്നും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പോർച്ചുഗീസ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് ട്രേഡിംഗ് കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിലെ ട്രേഡിംഗ് കമ്പനികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തത നിലനിർത്തിയിരുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വന്തം രാജ്യമായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണ നേരിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നുള്ള ഒരു ട്രേഡ് മോണോപ്പൊളിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഇനി എന്താണ് ട്രേഡ് മോണോപ്പൊളി എന്ന് നമ്മൾ നോക്കിയാൽ, ഒരേ രാജ്യത്തു നിന്ന് തന്നെ ഒരു പ്രദേശത്തേക്ക് കച്ചവടത്തിനായി പല കമ്പനികൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല കമ്പനികൾ ഒരേ രാജ്യത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിന് ഏത് കമ്പനിയുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളൊരു സംശയം അവിടെ ഉടലെടുക്കും. അത് ഒഴിവാക്കുന്നതിനും മാത്രമല്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യക്കകത്ത് നടക്കുന്ന കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ലഭിക്കും എന്നുള്ളതുകൊണ്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് നൽകുന്നു? ട്രേഡ് മോണോപ്പൊളി നൽകുകയായിരുന്നു. 1600 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിമാരായിരുന്നു. ആ സമയത്തെ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ജഹാംഗീർ ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ജഹാംഗീറിൻ്റെ പക്ഷത്തിൽ നിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ലഭിച്ചിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, വിദേശത്ത് നിന്നുള്ള രാജ്യം ഇന്ത്യക്കകത്ത് വന്ന് കച്ചവടം നടത്തുമ്പോൾ ഇവിടുത്തെ രാജാക്കന്മാർക്ക് ലഭിക്കുന്ന സമ്പത്തും വരുമാനവും മാത്രമല്ല മറ്റ് സമ്മാനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ജഹാംഗീർ വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ സൂറത്തിൽ ആദ്യത്തെ ട്രേഡ് ഫാക്ടറി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയുണ്ടായി. ഇതേ ട്രേഡ് ഫാക്ടറിക്ക് സുരക്ഷയ്ക്കെന്നോണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആർമിയും കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ളൊരു ആർമിയും ഇന്ത്യയിലേക്ക് എത്തി. എന്നാൽ 18ാം നൂറ്റാണ്ടോടുകൂടി മുഗൾ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും അധികാരം മറ്റു പല രാജാക്കന്മാരും പിടിച്ചെടുക്കുകയുണ്ടായി. ഇങ്ങനെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഫലമായി ചെറുതും വലുതുമായ പല രാജ്യങ്ങളും രൂപപ്പെട്ടു. ഹൈദരാബാദ്, മറാഠ, മൈസൂർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിനുദാഹരണങ്ങളായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കകത്ത് ഒരു പ്രത്യേക അധികാരം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ പ്രത്യേക ഒരു അധികാരം ലഭിക്കുന്നതിനായിട്ടുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവർക്ക് കേവലം ഒരു കമ്പോളം മാത്രമായിട്ട് അവർ കണ്ടിട്ടുള്ളൂ. കാരണം അവർക്ക് ഇവിടെ നിന്ന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് എടുക്കത്തോട് പോവുകയും അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയും വേണം. ഇതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും ഇവിടെ നിന്ന് ബ്രിട്ടീഷിലോട്ട് കൊണ്ടുപോകുക അല്ലെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ജോലിയായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് ഒരിക്കലും ലഭ്യമായിരുന്നുമില്ല. പലതരത്തിലുള്ള ചൂഷണങ്ങളിലൂടെയായിരുന്നു അവർ ഇത്തരം കാര്യങ്ങൾ നേടിയെടുത്തിരുന്നത്. എന്നാൽ ഒരു പ്രത്യേക അധികാരം ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യക്കകത്തുള്ള നാട്ടുരാജാക്കന്മാരിൽ നിന്നുള്ള എതിർപ്പും കൂടി വന്നു. ആ സമയങ്ങളിൽ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അങ്ങനെ പ്രത്യേകതരമായ അധികാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു വസ്തുക്കളും പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുണ്ടാകുന്നതും മാത്രമല്ല
മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ട്രേഡിംഗ് കമ്പനികളിൽ നിന്നുള്ള എതിർപ്പും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യക്കകത്തുള്ള പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക അധികാരം നേടിയെടുക്കുക എന്നുള്ളതും ഒരു വിദേശ കുത്തക കമ്പനിയായി ഇന്ത്യക്കകത്ത് നിലനിൽക്കുക എന്നുള്ളതുമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്ത് ഒരു വിദേശ കുത്തക കമ്പനിയായി നിലനിൽക്കുന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഫ്രാൻസിൽ നിന്നുള്ള ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അനന്തരഫലമായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുണ്ടായ ഇന്ത്യക്കകത്ത് നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങളെന്ന് പറയുന്നത്. 1744 മുതൽ 1763 വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യക്കകത്ത് നടന്നത്. പ്രധാനമായും 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. എന്നാൽ രണ്ടാം കർണാട്ടിക് യുദ്ധം മാത്രമാണ് ഇന്ത്യക്കകത്ത് നടന്ന ഒരു ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഹൈദരാബാദിലും ആർക്കോട്ടിലും ഉണ്ടായ ഒരു അധികാര പിന്തുടർച്ചാ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇരു ചേരികളിൽ നിലനിന്നിരുന്ന ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഇന്ത്യക്കകത്ത് വെച്ച് ഏറ്റുമുട്ടുന്നത്. ഇതിനെയായിരുന്നു രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് അവർ ഭൂപ്രദേശങ്ങൾ പരസ്പരം പങ്കിട്ടെടുക്കുകയും ഒരു ഉടമ്പടിയിൽ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ മൂന്നാം കർണാട്ടിക് യുദ്ധം കൂടി കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ ആധിപത്യം ഇന്ത്യക്കകത്ത് കുറഞ്ഞു വരികയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കകത്ത് ഒരു ആധിപത്യ ശക്തിയായി മാറുകയും ഉണ്ടായി. ബ്രിട്ടൻ്റെ ആദ്യ ലക്ഷ്യമായ ഒരു പ്രത്യേക അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കകത്തുള്ള പല പ്രദേശങ്ങളിൽ നേടിയെടുത്തതിനു ശേഷം അവരുടെ അടുത്ത ലക്ഷ്യമായിരുന്നു പൂർണ്ണമായ അധികാരം ഇന്ത്യക്കകത്ത് സ്വന്തമാക്കുക. ഇങ്ങനെ പൂർണ്ണമായ ഒരു അധികാരം നേടിയെടുത്താൽ മാത്രമേ ഇന്ത്യക്കകത്ത് നിന്നും കാർഷിക, കരകൗശല, വാണിജ്യ വസ്തുക്കൾ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും മാത്രമല്ല പലതരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകൾ പ്രാബല്യത്തിലാക്കി ഇന്ത്യയെ പരമാവധി ചൂഷണം ചെയ്യുന്നതിനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പരമാവധി ലാഭം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. കർണാട്ടിക് യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ രാജവംശത്തിൻ്റെ അധികാരമോഹം എന്നുള്ള സ്വഭാവം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മനസ്സിലാക്കുകയും അവരുടെ തന്ത്രമായ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രം അവർ ഇന്ത്യൻ രാജവംശങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും ഉണ്ടായി. അധികാരമോഹികളായ പലരും ഈ വലയത്തിൽ വീഴുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിലൊന്നായ 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കകത്ത് ഭരണം ആരംഭിക്കുകയുണ്ടായി. ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയിൽ നിന്നും അധികാരം മോഹിച്ച് നടന്ന മിർ ജാഫർ എന്നൊരു വ്യക്തിയെപ്പറ്റി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തിരിച്ചറിയുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജ് ഉദ്ദൗളയെ ആക്രമിക്കാൻ പോവുകയാണെന്നും മിർ ജാഫറിനോട് യുദ്ധത്തിൽ നിന്നും പിന്മാറി നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിർ ജാഫറിന് നൽകി. ഇതിൻ്റെ ഫലമായി മിർ ജാഫറും അദ്ദേഹത്തിൻ്റെ സംഘവും ആ യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബംഗാൾ നവാബായ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തുന്നതിനും അതുവഴി സാധിച്ചു. 1757 പ്ലാസി യുദ്ധത്തിലെ വിജയത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കകത്ത് ഭരണം ആരംഭിച്ചു. യുദ്ധത്തിൽ നിന്നും പിന്മാറിയ മിർ ജാഫറിനെ ബംഗാളിൻ്റെ നവാബാക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തിൻ്റെ പേരിലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജ് ഉദ്ദൗളയെ ആക്രമിക്കുന്നത്. പ്രത്യേക അധികാരങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു കളിപ്പാവയായ ഒരു നവാബായിട്ടായിരുന്നു മിർ ജാഫർ ബംഗാളിൽ നിലനിന്നിരുന്നത്. ഉള്ളിലെ ഭയം കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എതിർക്കുന്നതിനുള്ള ധൈര്യവും മിർ ജാഫറിനില്ലായിരുന്നു. കാരണം അത്രത്തോളം ശക്തമായിരുന്നു ആ സമയങ്ങളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യമെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കകത്ത് പല പ്രദേശങ്ങളിൽ ഇങ്ങനെ അധികാരം വ്യാപിപ്പിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിലായിരുന്നു മറ്റു പല രാജ്യങ്ങളും അയൽ രാജ്യങ്ങളുടെ ആക്രമണം ഭയന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഭയന്നും സ്വന്തം അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ അടുത്ത തന്ത്രമായ സൈനിക സഹായ വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. 1798 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ തന്ത്രമായ സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യക്കകത്ത് അവർ കൊണ്ടുവരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുടെ ആക്രമണം ഭയന്നു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അവർക്കൊരു സൈനിക സഹായം എത്തിച്ചു നൽകുന്നൊരു വ്യവസ്ഥയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതുവഴി യുദ്ധമില്ലാതെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് അവരുടെ സൈന്യത്തെ എത്തിക്കുന്നതിനും യുദ്ധമില്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനും പറ്റുന്നു, ആ രാജ്യങ്ങളുടെ അധികാരം തന്ത്രപൂർവ്വം ഏറ്റെടുക്കുന്നതിനും സാധിക്കുന്നു. ഇങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ സ്വീകരിച്ച രാജാക്കന്മാർക്ക് അവരുടെ ഉള്ളിലെ ഭയം ഏകദേശം കുറഞ്ഞു കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുകയില്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആക്രമിക്കില്ല. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തുണ്ട്, കൂടെയുണ്ട്.
എന്നാൽ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു തന്ത്രം മാത്രമായിരുന്നു. കാരണം അവരുടെ സൈന്യത്തിനെ ഈ നാട്ടുരാജ്യങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? അധികാരം തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു. ഇങ്ങനെ സഹായിക്കാൻ നൽകുന്ന ആർമിയുടെ ചെലവ് അതേ രാജാക്കന്മാർ തന്നെ വഹിക്കുക എന്നുള്ളതും ഈ ആർമിയെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു ഓഫീസറെ അവരുടെ കൊട്ടാരത്തിൽ തന്നെ നിയമിക്കുകയും വേണം എന്നുള്ളത് അതിനുള്ളിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു. ഇങ്ങനെ കൊട്ടാരത്തിനുള്ളിൽ ഒരു ഇംഗ്ലീഷ് ഓഫീസറെ നിയമിക്കുന്നത് വഴി കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന പല തന്ത്രപ്രധാനമായ കാര്യങ്ങളുടെയും അറിയിപ്പുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കോ ഈ ഓഫീസർ വഴി ലഭിക്കുകയുണ്ടായിരുന്നു. കൂടാതെ സൈനിക സഹായ വ്യവസ്ഥയിൽ പങ്കെടുത്ത രാജാക്കന്മാർക്ക് മറ്റ് രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കണമെങ്കിലും അല്ലെങ്കിൽ ശത്രുതയാണെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതി കൂടി വേണമായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇത് വളരെയധികം സഹായകരമാണ് ആ രാജാക്കന്മാർക്കെങ്കിലും പരോക്ഷമായി നോക്കുമ്പോൾ യാതൊരു യുദ്ധവുമില്ലാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നാട്ടുരാജാക്കന്മാരിൽ നിന്നും അവരുടെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. കൊട്ടാരത്തിനകത്ത് താമസിച്ചിരുന്ന ഓഫീസർ വഴി ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ താല്പര്യങ്ങളാണോ ആ രാജ്യത്തിനുള്ളിൽ തന്നെ നടക്കുന്നതെന്നും ആ കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് എത്തിക്കുന്നതിനും ആ ഓഫീസർ പങ്കാളിയായി. പല രാജാക്കന്മാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അവരുടെ അധികാരം പണയം വെച്ചെങ്കിലും ഇന്ത്യക്കകത്തുള്ള മറ്റു പല രാജാക്കന്മാരും വളരെ വലിയ രീതിയിലുള്ള എതിർപ്പും പ്രകടമാക്കിയിരുന്നു. ഉദാഹരണമായി മൈസൂർ രാജാവായ ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി യാതൊരു സഖ്യത്തിനും തയ്യാറെടുത്തിരുന്നില്ല. മാത്രമല്ല അവരുടെ ശക്തമായ എതിർപ്പും പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഈ എതിർപ്പിനെ മറികടക്കുന്നതിനുള്ള ശക്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയങ്ങളിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഭാഗമായി 1798-99 കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ ആദർ വെല്ലസിയുടെ സൈന്യത്തോട് പരാജയപ്പെടുകയുണ്ടായി. അധികാരം പിടിച്ചെടുക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന മറ്റൊരു നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. 1847-48 കാലഘട്ടങ്ങളിലായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. ഡൽഹൌസി പ്രഭുവായിരുന്നു ഈ നിയമം ഇന്ത്യക്കകത്ത് പ്രാബല്യത്തിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമത്തിന് മുമ്പ് വരെ ഇന്ത്യക്കകത്തുള്ള രാജാക്കന്മാർ അവരുടെ മരണശേഷം അധികാരം കൈമാറിയിരുന്നത് തൊട്ടടുത്തുള്ള ആൺകുട്ടികൾക്കായിരുന്നു. എന്നാൽ ഇങ്ങനെ ആൺകുട്ടികളില്ലാത്ത രാജാക്കന്മാർ ആൺകുട്ടികളെ ദത്തെടുത്ത് വളർത്തി അവരുടെ അധികാരം കൈമാറിയിരുന്നു. എന്നാൽ ദത്തവകാശ നിരോധന നിയമത്തിന് ശേഷം രാജാക്കന്മാർക്ക് ആൺകുട്ടികളെ ദത്തെടുക്കാം, പക്ഷേ അധികാരം കൈമാറാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ആ രാജാവിൻ്റെ അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ വലിയ സൈന്യത്തിന് മുമ്പിൽ മറ്റ് നാട്ടുരാജാക്കന്മാരെല്ലാം തന്നെ ഈ നിയമം സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1847-48 കാലഘട്ടങ്ങളിൽ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. മാത്രമല്ല അധികാരം പിടിച്ചെടുക്കുന്നതിനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന മറ്റൊരു നിയമമായിരുന്നു 1856-ലെ ഡോക്ട്രൈൻ ഓഫ് മിസ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഇന്ത്യക്കകത്തെ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്നത് നല്ല രീതിയിലല്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തോന്നിയാൽ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയായിരുന്നു ഈ നിയമം മൂലം ഉണ്ടായത്. എന്നാൽ 1856-ലെ അവസാനത്തോടു കൂടി തന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്കകത്തുള്ള പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ തിരിയണം എന്നുള്ളൊരു വികാരം ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. ഇങ്ങനെ ഉണ്ടായ വികാരത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷമായ 1857-ൽ ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരും മറ്റുള്ളവരും ചേർന്ന് ആദ്യത്തെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. റിവോൾട്ട് ഓഫ് 1857 എന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ ശിപായി ലഹള എന്നും ഇതറിയപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമരം പരാജയപ്പെട്ടെങ്കിലും പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള ഒരു അവസരം ഇന്ത്യക്കകത്തുണ്ടെന്നും ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ അധികാരം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യക്കാർക്ക് മനസ്സിലായി. ഇങ്ങനെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായി 1858-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് പിൻവലിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരണത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു നേരിട്ടുള്ളൊരു കോളനിയായി ഇന്ത്യ മാറുകയുണ്ടായി. 1757 മുതൽ 1857 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1858 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം മാറി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് ഭരണം എത്തിയിരുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ചൂഷണ പ്രവർത്തികൾ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. തുടർന്നുണ്ടായ പല തരത്തിലുള്ള സമര സഹന പ്രക്രിയയുടെ ഭാഗമായി 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി.
ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കണക്കിൽപ്പെടാത്ത സമ്പാദ്യങ്ങളും കോടിക്കണക്കിന് മനുഷ്യ ജീവനുമാണ് ഇന്ത്യക്ക് പകരം നൽകേണ്ടതായിട്ട് വന്നത്. എന്തെല്ലാം വളർച്ചയിൽ നമ്മൾ അഭിമാനിച്ചാലും ചില നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കീഴിൽ അടിമകളായി കഴിയേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. മാത്രമല്ല, പരസ്പരം തമ്മിൽ തല്ലുന്നത് ശത്രുക്കൾക്ക് നമ്മളെ പരാജയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിലാക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും.